ഹായ് ക്രിയേറ്റേഴ്സ്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 അപ്ഡേറ്റുകൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം 2025 നിന്നും 2026 വരുമ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ മാറ്റങ്ങൾ അറിഞ്ഞിട്ട് വേണം യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് തംബ്നെയിലുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും യൂട്യൂബിന്റെ അൽഗോരിതം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോ യൂട്യൂബ് ഓഡിയൻസ് റിട്ടൻഷനും അതുപോലെ തംബ്നെയിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് യൂട്യൂബിന്റെ അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമ്മൾ സാധാരണ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ യൂട്യൂബ് അങ്ങ് സ്റ്റോപ്പ് ആകാറുണ്ട്. എന്നിട്ടല്ലേ നമുക്ക് വേറെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇനി അത് അങ്ങനെയല്ല. യൂട്യൂബ് പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആദ്യം നമ്മൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ക്യാഷ് കൊടുത്തിട്ട് എടുത്തവർക്കൊക്കെ ഈ ഒരു PIP മോഡ് ആക്റ്റീവായിട്ട് ലഭിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് വേറെ ആപ്പൊക്കെ യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നോക്കാമായിരുന്നു. എന്നാൽ നല്ല കിടിലൻ ഒരു മാറ്റം യൂട്യൂബ് കൊണ്ടുവരികയാണ്. അതായത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും ഇനി മുതൽ PIP മോഡ് യൂട്യൂബ് നൽകുന്നു. ഇപ്പൊ കുറെ പേർക്ക് യൂട്യൂബ് ഇപ്പൊ നൽകിയിട്ടുണ്ട്. ഉടനെ എല്ലാവരിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. ഒരുപാട് പേര് ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ അത് വേറെ ആപ്പിലേക്ക് പോവാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു യൂട്യൂബ് കൂടുതൽ സമയം ആളുകളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതുവരെ ക്യാഷ് കൊടുത്തവർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാവരിലേക്കും ക്യാഷ് കൊടുക്കാതെയും തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ആപ്പിലേക്ക് ആളുകൾ പോകുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത അവിടെ കൂടുകയാണ്. അപ്പൊ അത് ഇല്ലാതാക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷ് കൊടുത്തിട്ട് തന്നിരുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിലനിൽക്കൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്കിപ്പ് ചെയ്ത് പോവുക, യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നത് യൂട്യൂബ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഷോർട്സിലും ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ടുവരുന്നത്, മറ്റ് പ്ലാറ്റ്ഫോമുകളുമായിട്ടൊരു കോമ്പറ്റീഷൻ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് വലിയൊരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. ആളുകളുടെ ഓഡിയൻസ് റിട്ടൻഷൻ, നമ്മളെ ആ ഒരു വീഡിയോയിൽ എത്ര സമയം ആളുകൾ ഇരിക്കുന്നുണ്ട്, പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് യൂട്യൂബ് അത്രയും സീരിയസ് ആയിട്ട് നോക്കും. കാരണം ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സർവീസ് പോലും യൂട്യൂബ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ സ്കിപ്പ് ചെയ്യാതെ അവിടെ തന്നെ കാണൂ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മാറ്റമാണിതെന്ന് പറയുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതവുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ടച്ചായി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇനി മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ ഒരു PIP മോഡിൽ നമുക്ക് വേറെ ഒരു വലിയൊരു പാഠം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ PIP മോഡ് ഇനി മുതൽ എല്ലാവരിലേക്കും പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ അറിയുക. രണ്ടാമത്തെ അപ്ഡേറ്റ് അതും നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. ഇനി മുതൽ നമുക്ക് അനലിറ്റിക്സിൽ കൃത്യമായിട്ടുള്ള ഡെമോഗ്രാഫിക്സിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മുടെ വീഡിയോ ഏത് തരത്തിലാണ് ആളുകൾ, എത്ര വയസ്സുള്ളവർ, 18 വയസ്സിന് താഴെയുള്ളവർ, അതിന് മുകളിലുള്ളവർ, ഇവരൊക്കെ ഏത് രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ വീഡിയോ കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് AI ഉപയോഗിച്ച് നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇപ്പൊ നമുക്ക് സ്പോൺസർഷിപ്പും കാര്യങ്ങളും ബ്രാൻഡുകൾക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും ബാക്കി എല്ലാത്തിനും ഇത് യൂസ്ഫുൾ ആകും. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെ കൃത്യമായിട്ട് കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള അനലിറ്റിക്സ് ഇനി മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. മൾട്ടി ലിങ്കൽ തംബ്നെയിൽ. അതായത് യൂട്യൂബിൽ ഓൾറെഡി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് വ്യത്യസ്ത ഓഡിയോ ട്രാക്കുകളിൽ പ്ലേ ആകുന്നതാണ്. അപ്പൊ ഞാൻ മലയാളത്തിൽ പറയുന്ന ഒരു വീഡിയോ അത് ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, അറബിക്കിലൊക്കെ പ്ലേ ആക്കാം. അപ്പൊ അവിടെയൊക്കെ തംബ്നെയിൽ നമ്മൾ കൊടുത്ത തംബ്നെയിൽ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഭാഷയിലാണ് കൊടുക്കുക? അത് മലയാളത്തിലായിരിക്കും ഞാൻ തംബ്നെയിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ മലയാളികൾ കാണുമ്പോഴാണ് അതിന് ക്ലിക്ക് വരുള്ളൂ, CTR കൂടുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ഡേറ്റ് എന്താണ്? അത് ഹിന്ദിയിലും അറബിയിലൊക്കെ കാണിക്കും എന്നുള്ളത്. അപ്പൊ ഒരു അറബിയിൽ വീഡിയോ കാണുന്ന ഒരാൾ മലയാളത്തിലുള്ള തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യോ? ഇല്ലല്ലോ.
ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കിടിലൻ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതാണ് ഇപ്പോൾ മൾട്ടി ലിംഗൽ തംബ്നെയിൽ എന്നുള്ളത്. അതായത് അറബിയിൽ വീഡിയോ കാണുന്ന ആൾക്ക് അറബിയിൽ തന്നെ തംബ്നെയിൽ കാണാൻ പറ്റും. നല്ലൊരു അപ്ഡേറ്റ് അല്ലേ? ഹിന്ദിയിൽ വീഡിയോ കാണുന്നവർക്ക് ഹിന്ദിയിൽ തംബ്നെയിൽ കാണുക. കിടിലൻ ഒരു ഫീച്ചർ ആണെന്ന് പറയാം. അപ്പൊ യൂട്യൂബ് ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ തംബ്നെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല അപ്ഡേറ്റുകളിൽ ഒന്നാണ് ഇതെന്ന് പറയാം. വ്യത്യസ്ത ഭാഷകളിൽ കാണുന്നവർക്ക് വ്യത്യസ്ത ഭാഷയിലുള്ള തംബ്നെയിലും കാണാമെന്നുള്ളത്. അപ്പൊ ഇതുവഴി നമുക്ക് കൂടുതൽ വീഡിയോക്ക് വ്യൂസ് കൂടും, വാച്ച് ടൈം കൂടും, റവന്യൂ കൂടും, സബ്സ്ക്രൈബ് കൂടും. ടോട്ടലി നമ്മുടെ ചാനൽ കൂടുതൽ ഗ്രോത്ത് ലഭിക്കുന്നതാണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും CTR കുറയാതെ നമുക്കിങ്ങനെ കൂടി തന്നെ നിൽക്കുന്നതാണ്. അതാത് ഭാഷകളിൽ കാണുന്നവർക്ക് അതാത് ലാംഗ്വേജിൽ കാണുമ്പോൾ CTRും കൂടാൻ അവിടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റ്. നാലാമത്തെ അപ്ഡേറ്റ് നോക്കാം. അതായത് ഇത് ടി വിയിൽ നമ്മുടെ വീഡിയോ കൂടുതൽ പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പൊ ടി വിയിൽ നമ്മളെ വീഡിയോസ് കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോന്റെ തംബ്നെയിൽ യൂട്യൂബ് എന്ത് ചെയ്യും? കൂടുതൽ വലുതായിട്ട് യൂട്യൂബിൽ കാണിക്കും. അതായത് നമ്മുടെ വീഡിയോക്ക് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ TVയിൽ ഇങ്ങനെ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരും. അത് ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? നമ്മളെ തംബ്നെയിൽ ഒന്നുകൂടി വലുതാക്കി ആളുകളിലേക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ ആളുകൾ പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടും, ക്ലിക്ക് ചെയ്യും, വ്യൂസ് വരും. അപ്പൊ ഇത് നമുക്കൊരു സൗജന്യമായി കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം, നമ്മുടെ തംബ്നെയിൽ ബിഗ് സൈസിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ അപ്ഡേറ്റ് നോക്കാം. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. അതായത് യൂട്യൂബിന്റെ തംബ്നെയിൽ സൈസ് ഇതുവരെ എത്രയായിരുന്നു? 2 MB ആയിരുന്നു. 2 MBയിൽ താഴെ മാത്രമാണ് നമുക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ഹൈ ക്വാളിറ്റി തംബ്നെയിലോടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ അത് 50 MB വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ TVയിലൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോസുകൾ. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള തംബ്നെയിൽ കാണുമ്പോൾ നമുക്ക് ക്ലിക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ 2 MBയിലുള്ള ഒരു തംബ്നെയിൽ ഇങ്ങനെ TVയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ക്വാളിറ്റി തീരെ ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കും കാണാൻ കഴിയുക. അവിടെ നമുക്ക് ഈ ഒരു 50 MB ഉള്ള വരെയൊക്കെ സൈസുള്ള ഫയലുകൾ കാണിക്കുമ്പോൾ ശരിക്കും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും, ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 50 MB വരെയുള്ള സൈസിലുള്ള രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ തംബ്നെയിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ള അപ്ഡേറ്റ് ആണ് അഞ്ചാമത്തത്. ഈ 5 അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾ പറയുക. എനിക്ക് എല്ലാ അപ്ഡേറ്റും ഇഷ്ടമായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് PIP മോഡും പിന്നെ ഈ ഒരു വലിയ 50 MB വരെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഈ ഒരു അപ്ഡേറ്റുമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു 5 അപ്ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.